മോർണിംഗ്. സോ ഇന്നാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കല്യാണം. സോ ആ കല്യാണത്തിൻ്റെ അപ്ഡേഷൻസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ ഇന്നലെ രാത്രി തലേന്ന് അവിടേക്ക് പോയിട്ടുണ്ടായിരുന്നു. തലേന്ന് ഫുഡൊക്കെ കഴിച്ച് വീട്ടിൽ തന്നെ പോന്നു. കാരണം എനിക്ക് വേറെ ഒരു സ്ഥലത്ത് കിടന്നാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഉറങ്ങാനും എൻ്റെ കാര്യങ്ങൾക്കൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ എൻ്റെ വീട്ടിൽ തന്നെ തിരിച്ചെത്താനുള്ള പ്ലാനിങ്ങിൽ നോക്കും. അങ്ങനെ ഞാൻ ഇന്നലെ രാത്രി ഒരു 11 മണി 12 മണി ആയപ്പോൾ ഇവിടെ എത്തി. ഇതാ ഞാൻ സ്യൂട്ട് കേസൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ പോകണം കേട്ടോ നമുക്ക് വീട്ടിലേക്ക്. അവിടുന്ന് ഇങ്ങനെ വിളിക്കുന്നുണ്ട്. ഞാൻ ചെന്നിട്ട് വേണം എൻ്റെ ഫ്രണ്ട്സൊക്കെ ഒരുങ്ങാൻ. ഓളെ മാറ്റിക്കാൻ വേറെ ആർട്ടിസ്റ്റ് വരുന്നുണ്ട്. ചെക്കൻ്റെ ഓടിന് ഏൽപ്പിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ നേരെ വീട്ടിലേക്ക് പോവാണ്, ഓളെ വീട്ടിലേക്ക്. ഇനി അവിടെ നിന്നാണ് ബാക്കി വ്ളോഗും കാര്യങ്ങളും. ഞാൻ പോണത് ഷെയ്മൻ്റെ വീട്ടിലേക്കാണ്. ഷെയ്മൻ്റെ വീട്ടിലാണ്, അല്ല മിസ്രിയാൻ്റെ വീട്ടിലേക്കാണ്. മിസ്രിയാൻ്റെ വീട്ടിലാണ് ഷെയ്മയും മിസ്രിയും ഉള്ളത്. ഞങ്ങൾ അവിടുന്ന് മേക്കപ്പൊക്കെ ചെയ്ത് ഞങ്ങൾ റെഡി ആയിട്ട് ഞങ്ങൾ അവിടുന്ന് നേരെ ഓഡിറ്റോറിയത്തിലോട്ട് പോകും. അങ്ങനെയാണ് പ്ലാന് വന്നിട്ട്. അപ്പോൾ ഇപ്പോൾ 7 മണി 8 മണി ആവാനായി. ഞാൻ നേരെ വൈകിയിട്ടുണ്ട്. നേരത്തെ വരാമെന്നൊക്കെ പറഞ്ഞതായിരുന്നു, ആകെ നേരം വൈകിട്ടോ. ഇനി ഇൻഷാ അല്ലാ നമുക്ക് വ്ളോഗിലോട്ട് പോകാം. വ്ളോഗ് ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ ഞാൻ വ്ളോഗർ പാത്തു ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്താൽ മതി കേട്ടോ. അപ്പം നമുക്ക് വീഡിയോക്ക് പോവാം. സോ ഗായ്സ്, ഞാൻ അങ്ങനെ മിസ്രിയാൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ചായ ഒന്നും കുടിക്കാതെയാണ് പോകുന്നത്. അപ്പോൾ എനിക്ക് അവിടെ ഉണ്ടായിരുന്ന പൊറാട്ടയും കടലക്കറിയും ചൂടാക്കി തന്നു. ചൂടാക്കിയിട്ട് തന്നു, ഞാൻ തിന്നു. അങ്ങനെ ഇതാ ഞാൻ ചായ ചോദിക്കാൻ കേട്ടോ അവളോട്. എനിക്കാണെങ്കിൽ രാവിലെ ചായ ഇല്ലാതെ കഴിയൂല. രാവിലെ തന്നെ പൊറാട്ട ആയതുകൊണ്ട് എനിക്ക് ചെറുങ്ങനെ ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ചായ ഉണ്ടായിരുന്നില്ല. ഞാൻ അവളോട് ചൂടാക്കി തരാൻ പറഞ്ഞു. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വ്ളോഗർ പാത്തു. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ കല്യാണം. ഹലോ ഗായ്സ്, അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വ്ളോഗർ പാത്തു. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്മിലൊക്കെ കണ്ട പോലെ തന്നെ എന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ വെഡിങ് ആണ്. അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടി മാറ്റലും ഒക്കെ കഴിഞ്ഞ് നേരെ ഓഡിറ്റോറിയത്തേക്ക് പോകുന്നതാണ്. തീരെ ടൈം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇതിന്റെ കോസ്റ്റ്യൂം ഒക്കെ ഞാൻ ഇന്ന് ഫുള്ള് കൊളാബറേഷൻ ആണ് കേട്ടോ. കോസ്റ്റ്യൂം, ഓർണമെന്റ്സ് ഒക്കെ വന്നിട്ട് കൊളാബറേഷൻ ആണ്. ഇതിന്റെ ഫുള്ള് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങനെ വഴിയെ പറയാം. അപ്പൊ നമുക്ക് വ്ളോഗിലേക്ക് പോവാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഇങ്ങോട്ട് നോക്കൂ, എഡിറ്റ് ചെയ്യാം. ഞങ്ങൾ 3 ആൾക്കാരെ മേക്കപ്പും ഹെയർ സ്റ്റൈലിങ്ങും ഒക്കെ കഴിഞ്ഞപ്പോൾ ഒരുപാട് നേരം വൈകിയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഓഡിറ്റോറിയത്തേക്ക് എത്തിയപ്പോൾ തന്നെ 11 മണി ആയിക്കണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആദ്യം തന്നെ പോയത് ഫുഡ് കഴിക്കാനാണ്. ബിരിയാണി ആയിരുന്നു കേട്ടോ ഫുഡ്. ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല മസാലയൊക്കെ ഉള്ള ഒരു അടിപൊളി ചോറായിരുന്നു. നിങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. എൻ്റെ അപ്പുറത്ത് ഇരിക്കണതാണ് കേട്ടോ മിസ്രിയാനെ ഞാൻ സിസിരിയ ജിബിരിയാന്ന് വിളിച്ചപ്പോൾ ഓളെ എല്ലാവരും അങ്ങനെ വിളിക്കൽ തുടങ്ങിയിരിക്കണു, ജിബിരിയാന്ന്. അപ്പോൾ ഷെയ്മ ഇല്ല കേട്ടോ. ഷെയ്മ അങ്ങോട്ട് ഓളെ ഫാമിലിയാണ്. ഷെബീറ വന്നിട്ട്, ഷെബീറയും ഇവളും കസിനാണ്. ഞാനും ഇവളും, അതായത് ഞങ്ങൾക്ക് ഷെബീറ ഫ്രണ്ട്സാണ്, ഓക്ക് കസിനാണ്. അങ്ങനെയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ലുക്ക് എങ്ങനെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ഇടും. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഹലോ അറിന്റെ സബ്സ്ക്രൈബേഴ്സ്, നിയാസിനെ
അപ്പോൾ അതിൻ്റെ ഡ്രസ്സ് ഞാൻ ഒക്കെ വന്നിട്ട് റെൻ്റലാണ് കേട്ടോ. ഇതൊക്കെ ഞാൻ എടുത്തിട്ടുള്ളത് പിയോണി ബ്രൈഡൽ റെൻ്റൽ സ്റ്റോർ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മളെ മലപ്പുറം വാറങ്കോടുള്ള ഷോപ്പിൽ നിന്നാണ്. സോ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടോ, നല്ലൊരു ക്ലാസി ലുക്ക് ഉണ്ടായിരുന്നു. ഷോള് മാത്രം നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എടുക്കേണ്ടി വന്നതാണ് കേട്ടോ. ഇന്നത്തെ ഈ ലുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇത് വന്നിട്ട് സ്കേർട്ട് അതിൻ്റെ മേലൊരു സ്ട്രഗാണ് കേട്ടോ, ഒരു പിസ്ത ഗ്രീൻ കളറിൽ. ഇതിൽ എത്രത്തോളം അതിൻ്റെ ഭംഗി കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ജ്വല്ലറി എനിക്ക് ഇഷ്ടപ്പെട്ട്. അങ്ങനെ ഞങ്ങൾ പുറത്തൊക്കെ ഒന്ന് പോയി എല്ലാവരെയും ഒന്ന് കണ്ട് നേരെ ഔത്തോട്ട് കയറിയിട്ടോ. ഇവരുടെ ഫാമിലി ഡ്രസ് കോഡ് വന്നിട്ട് ഗ്രീൻ കളറായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ഓൾറെഡി ഷെയ്മ കസിനാണെന്നുള്ളത്. പിന്നെ ഇതാ ചെറുക്കം വരാനുള്ള ടൈമായി എന്ന് പറഞ്ഞു നമ്മുടെ കസാരയിൽ ഉറപ്പിച്ചു. അപ്പോൾ ഇതാണ് എൻ്റെ ജ്വല്ലറി വന്നിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറേ നേരം ഞങ്ങൾ ഒത്തിരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടാളും പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. ഷെയ്മൻ്റെ ഓർണമെൻറ്റ്സ് ഒക്കെ നമ്മൾ ഷോപ്പിൽ തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഞാൻ മേടിച്ചപ്പോൾ ഓക്കും കൂടി മേടിച്ചതാണ്. എൻ്റെ ജാക്കറ്റ് കുറച്ച് ലൂസ് ഉണ്ട്, സോ ഞാൻ ടെക്ക് ഇട്ടിട്ടാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം ഗൈസ് എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്തു. നമ്മളുടെ ടോട്ടൽ ലുക്ക് വന്നിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങൾ പറയൂ കേട്ടോ. അപ്പോൾ ഇതാ ഇനി ചെക്കൻ്റെ വീട്ടിലോട്ട് പോകണം. ഓളെ കൂട്ടി കൊണ്ടുപോകാനുള്ള നേരമായിട്ടുണ്ട്. ഇതാട്ടോ നല്ലൊരു യുണീക്ക് മോഡലായിട്ടുണ്ട്, ഇഷ്ടപ്പെട്ട്. അപ്പോൾ ഇതാ ചെക്കനും പൊണ്ണും പോകാൻ വേണ്ടിയിട്ട് റെഡി ആവണം. അതിൻ്റെ ഇടയിൽ സെബ്ര കരയുന്നുണ്ട്. സെബ്രയ്ക്ക് ഒരു അനിയത്തിയാണ് കേട്ടോ ഉള്ളത്, ഷെബീറ എന്നാണ് പേര്. ഞങ്ങളങ്ങനെ കോളേജിൽ സെബ്ര വിളിച്ചിട്ട് അങ്ങനെ ചേലായതാണ്. അങ്ങനെ ഞങ്ങൾ ചെക്കൻ്റെ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടോ. അവിടുന്ന് കുറച്ച് ദൂരം തന്നെ ഉള്ളൂ. മിസ്രിയാൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ ഇവളെ ഹസ്ബൻഡിൻ്റെ പ്ലേസ് വരുന്നത്. ഇവിടുത്തെ ഓഡിറ്റോറിയത്തെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഇങ്ങനെയായിരുന്നു. എനിക്ക് അവിടുത്തേനെക്കാട്ടി ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇവിടുത്തെ ആംബിയൻസ് വന്നിട്ട് നല്ല രസമുണ്ടായിരുന്നു. സ്റ്റേജ് ഡെക്കറേഷനൊക്കെ കാണാൻ വേണ്ടിയിട്ട് അവിടുത്തെ കൊള്ളായിരുന്നു. പക്ഷേ ഇത്രയ്ക്ക് ഹെവി ആയിട്ട് അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ വന്നപ്പോൾ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമായിട്ട് തോന്നി. അങ്ങനെ തന്നെ നമ്മൾ നേരെ പോകുന്നത് ഫുഡ് കഴിക്കാനാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും പക്ഷേ എവിടെ വന്നാലും ഫുഡ് എന്നുള്ള ചിന്തയുള്ളൂ. ചെറുങ്ങനെ എനിക്ക് പക്ഷേ മീറ്റ് പിടിക്കുന്നില്ല കുറച്ച് നേരം. പിന്നെ നമുക്ക് വെൽക്കം ഡ്രിങ്ക് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിസ്തൻ്റെ വെള്ളമാണ് കേട്ടോ, എസെൻസ്, പിസ്ത വാട്ടറും അതുപോലെ തന്നെ അതിലിങ്ങനെ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കിഷ്ടമാട്ടോ ഈ ഒരു ഇത് വന്നിട്ട്. എനിക്ക് എന്താ അറിയില്ല, ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ എനിക്ക് നല്ല ദാഹം ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ഒരൊറ്റ വലിക്ക് കുഴിച്ച്. പിന്നെ ലെൻസൊക്കെ ഞാൻ പകുതിയിൽ നിന്ന് ഊരി വലിച്ചെറിഞ്ഞു. കണ്ണിന് ഭയങ്കര ഇറിറ്റേഷൻ. പകുതി വലിച്ചെറിഞ്ഞു കേട്ടോ. ഊരിങ്ങാണ്ട് ഞാനും മിസ്സിരിയും വലിച്ചെറിഞ്ഞു. അങ്ങനെ തന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. നമ്മളെ മുന്നിൽ തന്നെ കുറച്ച് കുഞ്ഞു മക്കളായിരുന്നു. പിന്നെ കുറേ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടിട്ടുണ്ടായിരുന്നു. ഫുഡ് വന്നിട്ട് ലേറ്റ് ആയിട്ടുള്ളൊരു ഫുഡാണ് കേട്ടോ. പൊറാട്ടയും ചിക്കൻ കടായും ആയിരുന്നു ഉണ്ടായിരുന്നത്. ചായ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, മറ്റേതും ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ തന്നെ നമ്മളുടെ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാൻ ടൈമായി കേട്ടോ. സോ ഗായ്സ്, നമ്മളെ കല്യാണമൊക്കെ കഴിഞ്ഞു അടിപൊളിയായിട്ട്. നമ്മൾ ഡാൻസ് കളിച്ചില്ല കേട്ടോ. നമ്മൾ ആ തിരക്കിൻ്റെ ഇടയിൽ ഡാൻസ് കളിക്കാൻ വിട്ടുപോയി. വെറുതെ ഡാൻസ് പഠിച്ചു ഗൈസ്. അപ്പോൾ ഇൻഷാല്ലാ ഷെയ്മൻ്റെ കല്യാണത്തിന് കളിക്കണം. അങ്ങനെ എങ്ങനെ ഉണ്ടായിരുന്നു വ്ളോഗ് എന്നുള്ള നിങ്ങൾ കമൻറ്റ് ഇടുക. നമ്മളെ വീഡിയോ ഒന്ന് വൈൻഡപ്പ് ചെയ്യാൻ ടൈമായി. അപ്പം ഇനി ഞാനിപ്പോൾ മിസ്റ്റാൻ്റെ വീട്ടിലാണെങ്കിൽ ഞാൻ നേരെ എൻ്റെ വീട്ടിലേക്ക് പോകും കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ.